പരിവാഹൻ വെബ്സൈറ്റ് തകരാറിലായതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനങ്ങൾ വഴിമുട്ടി. സോഫ്റ്റ്വെയർ അപ്ഡേഷന്റെ ഭാഗമായുണ്ടായ തകരാർ എന്നാണ് വിവരം. സൈറ്റ് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. MG പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, ഈ പൊതുജനങ്ങൾക്കുള്ള സേവനം തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. അത് രാവിലെ മുതൽ ആ പ്രതിസന്ധിയുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഉടൻ ഈ തകരാർ പരിഹരിക്കാൻ കഴിയും എന്നാണോ വിശദീകരണം പ്രതീഷ്? റിജിത്ത്, ഇന്ന് രാവിലെ 8 മണി മുതലാണ് പരിവാഹൻ സൈറ്റ് പ്രവർത്തനം നിലച്ചത്. ഇത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. വൈകിട്ടോടുകൂടി തന്നെ സൈറ്റ് പൂർവ്വ സ്ഥിതിയിൽ എത്തിക്കാൻ കഴിയുമെന്നതാണ് നിലവിൽ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. NIC ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഈ NIC-യിലെ IT വിദഗ്ധർ ഈ സൈറ്റ് പുനഃസ്ഥാപിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ പ്രവർത്തനം നിലച്ചതോടുകൂടി തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ പല സേവനങ്ങളും മുടങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ മോട്ടോർ വാഹന വകുപ്പിലെ ഓഫീസ് ജോലികളും ഒപ്പം പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങളും അടക്കം മുടങ്ങി. രാവിലെ മുതൽ തന്നെ സൈറ്റിൽ മറ്റ് സേവനങ്ങളൊന്നും തന്നെ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് ഉയരുന്നത്. ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷന്റെ ഭാഗമായി സംഭവിച്ച ചില സാങ്കേതിക പ്രശ്നങ്ങളെന്ന വിശദീകരണമാണ് നിലവിൽ അധികൃതർ അറിയിക്കുന്ന കാര്യം. എന്തായാലും വളരെ അധികം വൈകാതെ തന്നെ ഈ സൈറ്റ് പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നതാണ് നിലവിൽ മോട്ടോർ വാഹന വകുപ്പും അറിയിക്കുന്നത്. റിജിത്ത, ശരി. MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. തകരാർ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നത്.